ക്യാൻസറിന് സർജറി വേണ്ട, കീമോതെറാപ്പിയും റേഡിയേഷനും വേണ്ട, ഇവയൊന്നുമില്ലാതെ ക്യാൻസറിനെ ചെറുത്ത് തോൽപ്പിക്കാം എന്ന് തെളിയിക്കുന്ന കണ്ടുപിടുത്തമാണ് ഇമ്മ്യൂണോതെറാപ്പി. ഈ കണ്ടുപിടുത്തത്തിനാണ് 2018 അമേരിക്കക്കാരനായ ഡോക്ടർ ജെയിംസ് പി ആലിസൺ എന്ന ശാസ്ത്രജ്ഞന് നോബൽ സമ്മാനം കിട്ടിയത്. ഇത് ക്യാൻസർ ചികിത്സയിൽ വിപ്ലവകരമായൊരു കുതിച്ചുചാട്ടമാണ്. ശരീരത്തിനകത്ത് തന്നെയുള്ള പ്രതിരോധ ശേഷിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ആധുനിക ചികിത്സാ സമ്പ്രദായമാണ് ഇമ്മ്യൂണോതെറാപ്പി. കീമോ റേഡിയേഷനൊക്കെ ക്യാൻസർ സെല്ലുകളെ നേരിട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇമ്മ്യൂണോതെറാപ്പി ശരീരത്തിൻ്റെ സ്വാഭാവികമായ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ക്യാൻസർ സെല്ലുകളെ കണ്ടെത്തി സ്വാഭാവിക രീതിയിൽ അവയെ ഇല്ലാതാക്കുകയുമാണ് ചെയ്യുന്നത്. ക്യാൻസർ സെല്ലുകളെ കണ്ടെത്താനും അത് ഓർമ്മയിൽ സൂക്ഷിക്കാനും പ്രതിരോധ സംവിധാനത്തെ പരിശീലിപ്പിക്കുകയാണ് ഇമ്മ്യൂണോതെറാപ്പിയിലൂടെ ചെയ്യുന്നത്. ഇതുവഴി ഇമ്മ്യൂണോ മെമ്മറി സൃഷ്ടിച്ചെടുക്കുകയാണ്. കീമോതെറാപ്പിയിലൂടെയും റേഡിയേഷനിലൂടെയൊക്കെ ഉണ്ടാകുന്ന സൈഡ് ഇഫക്റ്റുകൾ ഇമ്മ്യൂണോതെറാപ്പിയിലൂടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സവിശേഷത. വൈദ്യശാസ്ത്രം പുതുതായി കണ്ടെത്തിയ ഒരു ഇമ്മ്യൂണോതെറാപ്പി മെഡിസിനാണ് ഡോസ്റ്റാർലിമാബ് എന്ന ജനറിക് നെയിമിൽ അറിയപ്പെടുന്ന മോണോക്ലോണൽ ആൻറ്റിബോഡി. ഇതിൻ്റെ ബ്രാൻഡ് നെയിമാണ് ജംബെറലി. ഗർഭാശയ ക്യാൻസറിനും മലാശയ ക്യാൻസറിനും പാൻക്രിയാറ്റിക് ക്യാൻസറിനും ഒക്കെ വളരെ ഫലപ്രദമാണ് ഇത് എന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ക്യാൻസർ കോശങ്ങൾ പ്രതിരോധ വ്യവസ്ഥയെ അടിച്ചമർത്തുന്നതിന് എതിരായിട്ട് ഈ ആൻറ്റിബോഡി പ്രവർത്തിക്കുന്നു. അതിലൂടെ ശരീരത്തിൻ്റെ പ്രതിരോധ വ്യവസ്ഥയ്ക്ക് സ്വാഭാവികമായി ക്യാൻസറിനെ ചെറുക്കാൻ കഴിയുന്നു. മൂത്രത്തിൽ ആൻറ്റിബോഡികളുണ്ട്, സ്റ്റെം സെല്ലുകളുണ്ട്, ഹോർമോണുകളും എൻസൈമുകളും എക്സോസോമുകളും വിറ്റാമിനുകളും ധാതുലവണങ്ങളും ഉൾപ്പെടെ 3000-ലേറെ പോഷക ഘടകങ്ങൾ മൂത്രത്തിലുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവയുടെ സംയുക്തമായ പ്രവർത്തനത്തിലൂടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം ഊർജ്ജസ്വലമാകുന്നതിലൂടെയാകണം യൂറിൻ ക്യാൻസറിനെ ഇല്ലാതാക്കുന്നത് എന്ന് നമുക്ക് കരുതാം. മാപ്സ് എന്നാൽ മോണോക്ലോണൽ ആൻറ്റിബോഡീസാണ്. ഇത് ലാബിലുണ്ടാക്കുന്ന പ്രോട്ടീൻസാണ്. ഒറ്റ പ്രതിരോധ കോശത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അതിൻ്റെ തനത് രൂപം, അഥവാ അതിൻ്റെ കോപ്പി ആണ് ഇത്. അതാണ് മോണോക്ലോണൽ ആൻറ്റിബോഡി. അതാത് രോഗകാരികൾക്കെതിരെ പ്രതിരോധിക്കാൻ സവിശേഷ ആൻറ്റിബോഡികൾ ഉണ്ടാകും. ഇവ സ്വാഭാവികമായി നമ്മുടെ രക്തത്തിലുള്ളവയെല്ലാം മൂത്രത്തിലും ഉണ്ടാകും. ഡോസ്റ്റാർലിമാബ് ലാബിലുണ്ടാക്കുന്ന ഒരു ആൻറ്റിബോഡി മെഡിസിനാണ്. ഗ്ലാക്സോസ്മിത്ത് ക്ലൈൻ എന്ന കമ്പനിയാണ് ഈ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. 2021 ഏപ്രിൽ 22 അമേരിക്ക ഈ മരുന്നിന് അപ്രൂവൽ നൽകിയത്. ശുദ്ധീകരിച്ച രക്തത്തിലെ പോഷകസമൃദ്ധമായ പ്ലാസ്മയാണ് മൂത്രം. അതിന് ഒരു ഇമ്മ്യൂണോതെറാപ്പി മെഡിസിനായി വർക്ക് ചെയ്യാൻ കഴിയില്ലേ എന്ന പരീക്ഷണമാണ് നാം സ്വയം നടത്തുന്നത്. നന്ദി.